So the next concept in this module is the unit impulse function or Dirac delta function. So let us define what is the definition of an impulse function. So the unit impulse function is considered as the limiting form of the function delta k of t minus a, which is defined as 1 by k when t lies between a and a plus k and is equal to 0, otherwise when k is tending to 0. When k is tending to 0, delta k of t minus a എന്താണോ തരുന്നത് അതാണ് നമ്മുടെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. The value of delta k of t minus a when k is tending to 0 gives the definition of the unit impulse function or the definition of the Dirac delta function. അപ്പോൾ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിന്റെ ഗ്രാഫ് എന്ന് വരയ്ക്കാൻ പോവാണ്. Next we will consider the graph of the unit impulse function delta k of t minus a. നമുക്ക് നോക്കാം ഗ്രാഫ് ഇവിടെ ചെറുതായിട്ടൊന്ന് പ്ലോട്ട് ചെയ്യാം. t ആക്സിസ് ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ടും ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എ വെർട്ടിക്കൽ ആക്സിസ് ആയിട്ട് എടുക്കുക. ടിയുടെ രണ്ട് വാല്യൂസ് എടുക്കുക. ടിയുടെ രണ്ട് വാല്യൂസ് എയും എ പ്ലസ് കെ എടുക്കുക. അത് ടി ആക്സിസിൽ മാർക്ക് ചെയ്യുക. ടി ആക്സിസിൽ എയും എ പ്ലസ് കെയും മാർക്ക് ചെയ്തു. ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എ വെർട്ടിക്കൽ ആക്സിസിൽ ഫംഗ്ഷന്റെ വാല്യൂ ഏതാണ്? 1 by k പ്ലോട്ട് ചെയ്യുക. 1 by k is marked on the horizontal vertical axis. Now what is the value of this function within the interval a and a plus k? എയ്ക്കും എ പ്ലസ് കെയ്ക്കും ഇടയ്ക്ക് ഈ ഫംഗ്ഷന്റെ വാല്യൂ 1 by k ആണ്. അപ്പോൾ 1 by k നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ എ മുതൽ എ പ്ലസ് കെ വരെ ഫംഗ്ഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ആ വാല്യൂ 1 by k ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്. എ മുതൽ എ പ്ലസ് കെ വരെ ഫംഗ്ഷന്റെ ഗ്രാഫ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്. വാല്യൂ 1 by k ആണ്. ഈ ഇന്റർവെലിന് പുറത്തോ എയ്ക്ക് പുറകോട്ടും when t is greater than a plus k and when t is less than a, the value of the function is 0. അതുകൊണ്ട് അതിന്റെ ഗ്രാഫ് നമുക്ക് ടി ആക്സിസിലാണ് കിട്ടുക അല്ലേ? അങ്ങനെയാണ് കിട്ടുക. when t is less than a, value of the function is 0 and when t is greater than a, value of the function is 0 and within the interval when t lies between a and a plus k, value of the function is 1 by k. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഏകദേശം ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫിഗറാണ് നമുക്ക് കിട്ടുക അല്ലേ? അതിൻ്റെ ബൗണ്ടറി രണ്ട് വെർട്ടിക്കൽ ലൈനും കൂടെ ഉപയോഗിച്ച് ആ ഗ്രാഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫിഗറാണ് ഇതിൻ്റെ ഗ്രാഫായിട്ട് കിട്ടുക. ഓക്കെ, നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഏരിയ എന്താണെന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് പോർഷൻ? ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് പോർഷൻ. ഏരിയ കാണാൻ മാത്തമാറ്റിക്സിൽ നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഇൻ്റഗ്രൽ 0 to infinity ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എ ഡി ടി. ഏരിയ കാണാനുള്ള ഫോർമുലയാണല്ലോ ഇൻ്റഗ്രൽ വൈ ഡി എക്സ്. അപ്പോൾ ഇത് ആ ഫോർമുല തന്നെയാണ്. ഏരിയ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എ ഡി ടി വേർ ടി ഈസ് വേരിങ് ഫ്രം 0 to infinity. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ടി വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യുക അല്ലേ? നൗ നെക്സ്റ്റ് വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എ ഹിയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? ഒരു നോൺ സീറോ വാല്യൂ ഉണ്ട്, ഒരു സീറോ വാല്യൂ ഉണ്ട്. നമുക്ക് സീറോ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആൻസർ 0 ആയി പോകുമല്ലോ. ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എയുടെ നോൺ സീറോ വാല്യൂ ഏതാണ്? 1 by k. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദി വാല്യൂ ഓഫ് ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എ, ദാറ്റ് ഈസ് 1 by k. ഇൻ വിച്ച് ഇന്റർവൽ? ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ 1 by k ആകുന്നത് ഏത് ഇന്റർവെല്ലിലാണ്? എ മുതൽ എ പ്ലസ് കെ ആണ്. അതുകൊണ്ട് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എ മുതൽ എ പ്ലസ് കെ വരെ മതി, 0 മുതൽ ഇൻഫിനിറ്റി വരെ വേണ്ട. ഓക്കെ, സോ integrate 0 to infinity delta k of t minus a dt becomes integral a to a plus k 1 by k dt, which is equal to, we can take we have to integrate this with respect to t. t കൊണ്ടാണ് integrate ചെയ്യേണ്ടത് അല്ലേ? അതുകൊണ്ട് 1 by k എന്തായിരിക്കും? 1 by k ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രേഷൻ മുമ്പ് തന്നെ ആ കോൺസ്റ്റന്റിനെ ഇന്റഗ്രേഷൻ വെളിയിലേക്ക് എടുക്കാം. So take this constant term outside the integral sign, then integrate dt within the limits from a to a plus k, which is equal to 1 by k into, what is the integral of dt? That is t within the limits from a to a plus k, which is equal to 1 by k into, substitute the upper limits and the lower limits. Then simplifying, you will get 1 by k into a minus a cancel ചെയ്താൽ പിന്നെ എന്ത് കിട്ടും? k കിട്ടും. So which is equal to k divided by k. So area is equal to 1. Area is equal to 1 അല്ലേ? അപ്പോൾ ഡെൽറ്റ കെ ഓഫ് ടി മൈനസ് എയുടെ ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക്
ഒരു ഷെയ്ഡഡ് പോർഷൻ കിട്ടി. ആ ഷെയ്ഡഡ് പോർഷൻ അതിൻ്റെ ഏരിയ എന്താണ് നമുക്ക് കിട്ടി. ഏരിയ ഈസ് ഈക്വൽ ടു 1. ഏരിയ ഒരു നമ്പർ ആയിട്ടാണ് കിട്ടിയത്. അതിനകത്ത് കെ ഇല്ല. ആൻസർ കെയെ ഡിപ്പെൻഡ് ചെയ്താലായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കെയുടെ വാല്യൂസ് കൊടുത്തു നോക്കുമ്പോൾ കെയുടെ പല വാല്യൂസ് കൊടുത്തു നോക്കുക. ഈ ഗ്രാഫ് എന്തായിട്ട് മാറും. സോ ഞാൻ കെയ്ക്ക് ആദ്യം ഒരു 1/10 കൊടുക്കുകയാണ്. ജസ്റ്റ് റീപ്ലേസ് കെ ബൈ 1/10. സോ അത് ഇൻ്റർവൽ എന്ന് പറയുന്നത് എ മുതൽ എ പ്ലസ് കെ എന്ന് പറയുന്ന ഇൻ്റർവൽ എന്തായിട്ട് മാറി. എ മുതൽ എ പ്ലസ് 1/10 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 1/k എന്തായിട്ട് മാറി. 1/kയുടെ വാല്യൂ റെസിപ്രോക്കൽ ഓഫ് 1/10 ഈസ് 10. ഓക്കെ. സോ കെയുടെ വാല്യൂ 1/10 ആയിട്ട് എടുത്തപ്പോൾ ഈ ഗ്രാഫ് ഈ ഷേപ്പിലേക്ക് മാറി. എന്താ ഷേപ്പിൽ വ്യത്യാസം വന്നത്. വിഡ്ത്ത് കുറഞ്ഞു, ഹൈറ്റ് കൂടി അല്ലേ. വിഡ്ത്ത് കുറയും, ഹൈറ്റ് കൂടുകയും ചെയ്യുന്നു. എപ്പോഴാണ് കെയുടെ വാല്യൂ ചെറുതാകുമ്പോൾ. മറ്റൊരു കെ വാല്യൂ എടുത്ത് ഇതിൻ്റെ ഏരിയ എത്രയാണ്. ഏരിയ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഏരിയ നമ്മൾ ഡിറൈവ് ചെയ്തു, പ്രൂവ് ചെയ്തു. ഏരിയ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി അല്ലേ. ഈ ഫിഗറിൻ്റെ ഏരിയ എന്തായിരിക്കും. ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ഇറ്റ് ഈസ് എ റെക്ടാങ്കുലർ ഷേപ്ഡ് ഫിഗർ. സോ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചും ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ. ഇനി കെയുടെ മറ്റൊരു വാല്യൂ എടുക്കുക. കെ ഈസ് ഈക്വൽ ടു 1/100. വെൻ കെ ഈസ് ഈക്വൽ ടു 1/100 എന്താ സംഭവിക്കുക. എ എന്ന് പറയുന്നത് എ തന്നെയാണ്. എ പ്ലസ് കെ എന്നുള്ളത് എ പ്ലസ് 1/100 ആയി. സോ ദ ഇൻ്റർവൽ എ ടു എ പ്ലസ് കെ ബിക്കംസ് എ ടു എ പ്ലസ് 1/100. ഓക്കെ. അപ്പോൾ എന്തായി. ഇൻ്റർവലിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു. കുറഞ്ഞു വരികയാണ്. ഹൈറ്റോ. ഹൈറ്റ് ഈസ് ഈക്വൽ 1/k ആണ്. 1/kയുടെ വാല്യൂ വെൻ കെ ഈസ് ഈക്വൽ 1/100 1/k ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് 1/100 ദാറ്റ് ഈസ് 100. ഹൈറ്റ് കൂടി വരുന്നത് അല്ലേ. സോ നമ്മൾ ചെയ്യുന്നതാണ് വെൻ കെ ഈസ് ടെൻഡിങ് ടു 0 then the width decreases and the height increases indefinitely in such a way that the area is always equal to 1. കെയുടെ വാല്യൂ 0 അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിഡ്ത്ത് കുറഞ്ഞു വരികയും അതോടൊപ്പം തന്നെ ഹൈറ്റ് കൂടി വരികയും ചെയ്യും. അങ്ങനെ ഓരോ പ്രാവശ്യം കിട്ടുന്ന ആ ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നതും 1 ആയിരിക്കും. അത് ഉപയോഗിച്ചാണ് നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയാൻ പോവുക. സോ ഡെഫിനിഷൻ ഓഫ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. Definition of unit impulse function. It is denoted by delta of t minus a. Unit impulse function or Dirac delta function is denoted by delta of t minus a, which is equal to നമുക്കറിയാം ഈ ഫംഗ്ഷന്റെ ലിമിറ്റിംഗ് ഫോം ആണ്. when k tends to 0, limit k tends to 0, delta k of t minus a ആണ്, which is equal to രണ്ട് വാല്യൂ ഉണ്ട്. അടുത്ത വാല്യൂ ഏതാണ്. when k is tending to 0, what will be the value of 1/k? k 0 ആകുമ്പോൾ 1/k എന്താകും. It is 1/0 ആവും. 1/0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണല്ലേ. സോ ഇൻഫിനിറ്റി when t lies between a and a plus 0. t lies between a and a plus 0 means t is equal to a and is equal to 0 otherwise. So this is the definition of the unit impulse function or Dirac delta function. So next we will discuss the Laplace transform of the unit impulse function. Laplace transform of the unit impulse function. Laplace transform of the unit impulse function is Laplace transform of delta of t minus a is equal to e raised to minus as. ഇതെങ്ങനെ കിട്ടി. നമുക്കറിയാം ഏത് ഫംഗ്ഷനെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ടല്ലോ. ഇൻ്റഗ്രൽ 0 to infinity that function into e raised to minus st dt. ആ ഇൻ്റഗ്രേഷന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ആ ഒരു ഡെഫിനിഷൻ മാത്രമേ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് t minus a is equal to e raised to minus as. This is the Laplace transform of the unit impulse function. ഇനി നമുക്കൊരു സ്പെഷ്യൽ കേസ് പഠിക്കാം. സ്പെഷ്യൽ കേസ് എന്താണ്. സ്പെഷ്യൽ കേസ് if a is equal to 0 എന്ത് കിട്ടും. Laplace transform of delta of t minus 0 is equal to Laplace transform of delta of t which is equal to എന്താ കിട്ടുക. e raised to minus 0s which is equal to e raised to 0 which is equal to 1. So Laplace transform of delta of t is equal to 1. This is another important result. Next question, find the
output voltage response in the figure given below if resistance R is equal to 20 ohms, inductance L is equal to 1 Henry and capacitance C is equal to 10 raised to minus 4 farad, comma, the input is delta of t. That means a unit impulse at time t is equal to 0. And the current and the charge are 0 at time t is equal to 0. The initial current and the initial charge are equal to 0. Now, this is the question. We have to find the output voltage. Output voltage. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. LCR സർക്യൂട്ട് ആണ്. ഇൻഡക്റ്റൻസ് L is equal to 1 Henry, capacitance C is equal to 10 raised to minus 4 farad, resistance R is equal to 20 ohms, and an input is delta of t. That means a unit impulse at time t is equal to 0. And we have to find the output voltage V of t. Okay, എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് LCR സർക്യൂട്ട് തന്നിട്ടുണ്ട്. L, R, C യുടെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കിർച്ചോഫ്സ് ലോ ഉപയോഗിച്ച് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം അല്ലേ? സോ സൊല്യൂഷൻ ബൈ കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സ് ലോ പറയുന്നത് എന്താണ്? ദി വോൾട്ടേജ് അക്രോസ് ദി ക്ലോസ് സർക്യൂട്ട് ഈസ് ഓൾവേസ് 0 എന്നാണ് അല്ലേ? ദാറ്റ് ഈസ് കിർച്ചോഫ്സ് ലോ അനുസരിച്ച് നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് L ഇൻറ്റു di by dt plus R into I of t plus Q by C is equal to delta of t എന്നാണ് നമ്മുടെ ഈ LCR സർക്യൂട്ടിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കിർച്ചോഫ്സ് ലോ എഴുതുന്നത് അല്ലേ? ദി current I in the circuit is given by L into di by dt plus R into I of t plus Q by C. Q by C is equal to delta of t. Okay, also given that the charge and current are 0 at time t is equal to 0. That is current at time t is equal to 0 and the charge at time t is equal to 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന initial conditions. ഇപ്പോൾ current I of t, the current I of t in this LCR circuit is given by this equation. ഈ differential equation solve ചെയ്യുമ്പോൾ നമുക്ക് current I of t കിട്ടും. L into di by dt plus R into I plus Q by C is equal to delta of t together with this condition. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറണ്ട് I കണ്ടുപിടിക്കാനല്ല. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഐയുടെ വാല്യൂ കിട്ടും, കറണ്ടിൻ്റെ വാല്യൂ കിട്ടും. പക്ഷേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ആണല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു Q ബൈ C എന്നാണ്. വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല Q ബൈ C ആണ്. അതിൽ C കപ്പാസിറ്റൻസ് എത്ര തന്നിട്ടുണ്ട്? ഇൻ ദി ഗിവൺ ക്വസ്റ്റ്യൻ C ഈസ് ഈക്വൽ ടു 10 raised to minus 4. ബട്ട് വാട്ട് ഈസ് Q? Q ഈസ് ദ ചാർജ്. Qൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് Q ബൈ C എന്ന ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിയുടെ വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ അല്ല വേണ്ടത്, മറിച്ച് Qൻ്റെ വാല്യൂ ആണ്. Qൻ്റെ വാല്യൂ കിട്ടിയാൽ സിയുടെ വാല്യൂ അറിയാം, Q ബൈ C കണ്ടുപിടിക്കാം, വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല വേണ്ടത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കറണ്ട് ഐയുടെ വാല്യൂ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല വേണ്ടത്. Now, what is the relationship between the charge Q and the current I? അതറിയാമെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം അല്ലേ? What is the relationship between the charge Q and the current I? We know that I and Q are related by the equation. എന്തായിട്ട് കിട്ടും? I is equal to Q dash. Q dash means dq by dt. This is the relationship between I and the current I and the charge Q. I is equal to Q dash, which is equal to dq by dt. So suppose I is equal to Q dash ആണെങ്കിൽ അല്ലെങ്കിൽ dq by dt ആണെങ്കിൽ what is di by dt? Di by dt is equal to derivative of I, which is equal to d by dt of I is nothing but dq by dt, which is equal to d square q by dt square എന്നായി അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാമല്ലോ. ഡി ഐ ബൈ ഡി ടിക്ക് പകരം ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് ഐ എന്നതിന് പകരം ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ക്യൂ ബൈ സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഓഫ് ടി. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂസ് ഓഫ് ഐ ആൻഡ് ഡി ഐ ബൈ ഡി ടി ഇൻ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് കിട്ടും? ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുകയാണ്. Substituting the values of di by dt and I. So L into L ന്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ടല്ലോ? L ന്റെ വാല്യൂ എത്രയാണ്? L ഇൻഡക്റ്റൻസ് is equal to 1. So 1 into
di by dt യുടെ വാല്യൂ d സ്ക്വയർ q by dt സ്ക്വയർ എന്നാണ് അല്ലേ, പ്ലസ് ആറിന്റെ വാല്യൂ എത്രയാണ്, റെസിസ്റ്റൻസ് given that resistance R is equal to 20 ohms, so 20 into I എന്ന് പറയുന്നത് I is equal to dq by dt plus q by c യുടെ വാല്യൂ എന്തിനുണ്ട്, കപ്പാസിറ്റൻസ് is equal to 10 raised to minus 4 farad, so 10 raised to minus 4 is equal to delta of t, given that conditions ഏതൊക്കെയാണ്, I is nothing but q dash അല്ലേ, I എന്ന് പറഞ്ഞാൽ q dash ആണ്, so I of 0 equal to 0 means q dash 0 is equal to 0, and also given that q of 0 is equal to 0, q of 0 തന്നിട്ടുണ്ട്, I of 0 is equal to 0 means q dash 0 is equal to 0. So this is the new differential equation. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഏതാണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യൂവിൻ്റെ വാല്യൂ ആണ്. സോൾവിങ് വി ഗെറ്റ് ദി വാല്യൂ ഓഫ് ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ ബൈ സി കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എന്താണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് സോൾവ് ചെയ്യുക, അങ്ങനെ ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. So taking Laplace transform on both sides, we get എന്ത് കിട്ടും, ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഒന്ന് ചുരുക്കി എഴുതിയിട്ട് നമുക്ക് എഴുതാം. ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് d square q by dt square is nothing but q double dash plus 20 into dq by dt is q dash plus 10 raised to minus 4 is 1 by 10 raised to minus 4 is 10 raised to 4, that is 10,000 into q is equal to delta of t. Okay, now take the Laplace transform on both sides. Laplace transform of q double dash plus 20 into Laplace transform of q dash plus 10,000 into Laplace transform of q is equal to Laplace transform on the right hand side, delta of t. Now നമുക്ക് Laplace transform of second order derivative എന്താണെന്ന് അറിയാം. Laplace transform of second order derivative എന്താണ്, Laplace transform of second order derivative, that is s square into Laplace transform of y double dash എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, it is equal to s square into y bar s minus s into y of 0 minus y dash 0 എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല. അതുപോലെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y dash എന്ന് പറയുന്നത് s into y bar s മൈനസ് y of 0 ആണ് അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y എന്ന് പറയുന്നത് നമ്മൾ y bar s എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റിസൾട്ടാണ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. ഇവിടെ y എന്നതിന് പകരം yക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് q ആണ്, yക്ക് പകരം q ആണ് അല്ലേ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് q ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താവും, s സ്ക്വയർ ഇൻറ്റു q ബാർ s മൈനസ് s ഇൻറ്റു q ഓഫ് 0 മൈനസ് q ഡാഷ് 0. ഇതാണ് നമ്മുടെ q ഡബിൾ ഡാഷിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, നൗ പ്ലസ് 20 ടൈംസ് വീണ്ടും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഇറ്റ് ഈസ് s ഇൻറ്റു q ബാർ s മൈനസ് q ഓഫ് 0. സെക്കൻഡ് ടേമിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയി, പ്ലസ് 10,000 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് q ഈസ് ഡിനോട്ടഡ് ബൈ q ബാർ s ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, q ഓഫ് 0യുടെ വാല്യൂവും q ഡബിൾ ഡാഷ് 0യുടെ വാല്യൂവും ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. q ഓഫ് 0യുടെ വാല്യൂ എന്താണ്, q ഓഫ് 0യുടെ വാല്യൂ 0 ആണ്. ഈ ടേം 0 ആയി. q ഡബിൾ ഡാഷ് 0, q ഡാഷ് 0യുടെ വാല്യൂ 0 ആണ് അല്ലേ. q ഓഫ് 0യും q ഡാഷ് 0യുടെ വാല്യൂസ് 0 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് s സ്ക്വയർ ഇൻറ്റു q ബാർ s മൈനസ് 0 മൈനസ് 0 പ്ലസ് 20 ഇൻറ്റു s ഇൻറ്റു q ബാർ s മൈനസ് 20 into 0, that is 0, plus 10,000 into q bar s is equal to 1.
The simplified formula relation getty. From this relation, connect the coefficient of q bar s. Q bar s in the coefficients collect here. That is q bar s into s square under 20 s under plus 10,000 under is equal to 1. Or what is q bar s? ഇതിൽ നിന്ന് നമുക്ക് q bar s ന്റെ വാല്യൂ എഴുതാം. So q bar s is equal to 1 divided by s square plus 20s plus 10,000. ഇതാണ് q bar s അല്ലേ? അങ്ങനെയാണ് ഈ q of t എന്ത് കിട്ടും? q of t അല്ലെങ്കിൽ q ന്റെ വാല്യൂ എന്ത് കിട്ടും? ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് take the inverse on both sides. So inverse Laplace transform of 1 by s square plus 20s plus 10,000. This is equation number 1. Right hand side equation number 1 കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ അല്ലേ? ഇതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ മുന്നിലുള്ള ഏക സ്റ്റെപ്പ്. അവശേഷിക്കുന്ന സ്റ്റെപ്പ് അതാണ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് 1 by s square plus 20s plus 10,000. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കറണ്ട് ചാർജ് q കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് 1 by s square plus 20s plus 10,000 എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതാം? എങ്ങനെ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്താ ഒരു മാർഗം? നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. കൺവല്യൂഷൻ തിയറം ഉണ്ട്, ഡിവിഷൻ ബൈ എസ് ഉണ്ട്, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, അതല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ എന്ന ഒരു മെത്തേഡുണ്ട്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. മറ്റൊന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ്. ഇത് ഏത് മെത്തേഡാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമോ? ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുമോ? എല്ലാവരും ചാടി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് നോക്കാറുണ്ട്, പക്ഷേ എല്ലാ പ്രോബ്ലത്തിനും പാർഷ്യൽ ഫ്രാക്ഷൻ പറ്റത്തുമില്ല അല്ലേ? ഇത് ഒരു s square plus 20s plus 10,000 എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ ആണല്ലോ. s square plus 20s plus 10,000 ഒരു സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ ആണ്. അതിന് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റൂട്ട്സ് റിയൽ നമ്പേഴ്സ് ആണോ? ഈ s square plus 20s plus 10,000 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റൂട്ട്സ് റിയൽ നമ്പേഴ്സ് ആണ് എങ്കിൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. s minus a into s minus b എന്ന രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം അല്ലേ? s minus a into s minus b, where a and b are the roots. ഇനി തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട്സ് റിയൽ റൂട്ട്സ് അല്ല എങ്കിൽ എന്ത് ചെയ്യും? റിയൽ റൂട്ട്സ് അല്ല എങ്കിൽ ഇതിനെ s minus a into s minus b എന്ന രീതിയിലേക്ക് മാറ്റി എഴുതാൻ സാധ്യമല്ല. സപ്പോസ് ദി റൂട്ട്സ് ആർ നോട്ട് റിയൽ റൂട്ട്സ്, കോംപ്ലക്സ് റൂട്ട്സ് ആണ് എങ്കിൽ ഈ എക്സ്പ്രഷനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വെരിഫൈ നോക്കുക. ഇതിൻ്റെ ഈ ഇക്വേഷൻ s square plus 20s plus 10,000 equal to 0യുടെ റൂട്ട്സ് റിയൽ റൂട്ട്സ് അല്ല. റിയൽ റൂട്ട്സ് അല്ലാത്തത് കൊണ്ട് വി cannot factorize this as the product of linear factors. ലീനിയർ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്കിതിനെ മാറ്റിയിടാൻ സാധിക്കില്ല. പിന്നെ ഇതെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ റൂൾ അനുസരിച്ച് ഇതിനെ as plus b എന്ന രീതിയിൽ മാറ്റിയിടാൻ പറ്റുള്ളൂ. ഡിനോമിനേറ്റർ is a non-linear but which cannot be further factorized. In that case, according to the rules of partial fraction, this can be expressed in the form s square plus 20s, denominator s square plus 20s plus 10,000. സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഫസ്റ്റ് ഡിഗ്രി as plus b. പക്ഷേ ഇങ്ങനെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? കാരണം ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം അതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ടേമിൻ്റെ ഇൻവേഴ്സ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ചാടി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തേക്കരുത്. മറിച്ച് വേറെ ഏതെങ്കിലും മെത്തേഡ്, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഇവിടെ പറ്റത്തില്ല എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ എന്താണുള്ളത്? നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റുക, അല്ലെങ്കിൽ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച്. അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഇതിനെ ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ പോവുകയാണ്. s സ്ക്വയർ ഉണ്ട്, പ്ലസ് 20s ഉണ്ട്,
ഇനി ഒരു ടേം ആഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാൻ പോവാണ്. ഒരു ടേം ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, അതിനുശേഷം ബാക്കിയുള്ള ടേം 10,000. ഏത് ടേമാണ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്? ഇതൊരു കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ ആക്കാൻ, പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ ഏത് ടേമാണ്? സാധാരണ നമുക്കൊരു റൂൾ ഉണ്ടല്ലോ, കംപ്ലീറ്റ് ഒരു ടേം ആഡ് ചെയ്യണം. ആ ആഡ് ചെയ്യേണ്ട ടേം കിട്ടുന്നത് എങ്ങനെയാണ്? സ്ക്വയർ ഓഫ് ദി ഹാഫ് ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് എസ് ആണ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ട നമ്പർ. സ്ക്വയർ ഓഫ് ദി ഹാഫ് ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് എസ്. വാട്ട് ഈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് എസ് ഹിയർ? കോഎഫിഷ്യന്റ് ഓഫ് എസ് ഈസ് 20. ഇപ്പോൾ 20 അതിൻ്റെ പകുതി എടുക്കുക, സ്ക്വയർ ചെയ്യുക. ആ നമ്പറാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 10. 20/2 is 10. 10 square which is equal to 100. So adding 100 and subtracting 100. അല്ലേ? അപ്പോൾ this is equal to എന്ത് കിട്ടി? This is equal to 1/s square. ഇത് ഒന്ന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം, s square ഗ്രൂപ്പ് ചെയ്യാം. s square plus 20s plus 100 എന്ന് പറയുന്നത് s plus 10ന്റെ സ്ക്വയർ ആണ് അല്ലേ? s plus 10ന്റെ സ്ക്വയർ അല്ലേ? s square plus 20s plus 100. a plus b the whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. മൈനസ് 100 പ്ലസ് 10,000 എന്ന് പറഞ്ഞാൽ എത്രയായി? പ്ലസ് 900 ആൻഡ് 9,900. ഓക്കെ, minus 100 plus 10,000 is plus 9,900. So this is equal to 1 divided by s plus 10 the whole square plus ഇതിനെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 9,900ന്റെ സ്ക്വയർ ആക്കി എഴുതാം അല്ലേ? എന്തിനാണ്? നമുക്കൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടല്ലോ. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഇതാണ്, 1/s square plus a square. അങ്ങനെയുള്ള റിസൾട്ട് ഉണ്ടല്ലോ. എസ് സ്ക്വയർ ഇവിടെ അത് സംതിങ് സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 9,900ന്റെ സ്ക്വയർ. ഓക്കെ, സോ നൗ ടേക്ക് ദി ഇൻവേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. എന്ത് കിട്ടും? സോ ടേക്ക് ദി ഇൻവേഴ്സ്, എൽ ഇൻവേഴ്സ് ഓഫ് 1/s square plus 20s plus 10,000 is equal to L inverse of 1/s plus 10 the whole square plus square root of 9,900 the whole square. Okay, which is equal to പറയാമോ എന്തായിരിക്കും? Which is equal to നമുക്കറിയാം സ്റ്റാൻഡേർഡ് റിസൾട്ട് 1/s square plus square root of 9,900 ആയിരുന്നുവെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 9,900 സ്ക്വയർ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്കറിയാമായിരുന്നല്ലോ. 1/s square plus a square. 1/s square plus a squareന്റെ ഇൻവേഴ്സ് ഏതാണ്? 1/a. 1/a ഇൻറ്റു സൈൻ 18 ആണ് അല്ലേ? We know that the inverse of 1/s square plus square root of 9,900 square, which is of the form L inverse of 1/s square plus a square. ഇത് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇൻവേഴ്സ് ഓഫ് 1/s square plus a square. അതിൻ്റെ ആൻസർ എന്താണ്? 1/a സൈൻ 18 ആണ് അല്ലേ? ഇവിടെ a എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 9,900 ആണ്. So using this result we can write the inverse of 1/s square plus square root of 9,900 square, which is equal to 1/a, 1 square root of 9,900 into sin 80, but a is square root of 9,900 t. So this is the transform of 1/s square plus square root of 9,900 square. പക്ഷേ ഇവിടെ നമുക്ക് കാണേണ്ട പ്രോബ്ലത്തിൽ s square അല്ല. കാണേണ്ട പ്രോബ്ലത്തിൽ s square ആണോ? s square അല്ല. പകരം എന്താണ്? എസിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? എസിൻ്റെ സ്ഥാനത്ത് എസ് പ്ലസ് എയോ എസ് മൈനസ് എ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് അല്ലേ? ശരിയല്ലേ? എസിൻ്റെ സ്ഥാനത്ത് എസ് പ്ലസ് എ ആണ് അല്ലെങ്കിൽ എസ് മൈനസ് എ ആണെങ്കിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇൻവേഴ്സ് ഓഫ് ദിസ്? നമുക്ക് ഇത് നോക്കി ആൻസർ എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ റൂട്ട് ഓഫ് 9,900 ഇൻറ്റു സൈൻ സ്ക്വയർ റൂട്ട് ഓഫ് 9,900 ടി. ഇതിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? എസിന് പകരം എസ് പ്ലസ് എ ആണോ? എസിന് പകരം എസ് പ്ലസ് എ ആണെങ്കിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ ഇ റേസ് ടു മൈനസ് എ ടി. ഇവിടെ എ എന്ന് പറയുന്നത് 10 ആണ്. സോ ഇ റേസ് ടു മൈനസ് 10t. എസിന് പകരം എസ് പ്ലസ് 10 ആണ് എങ്കിൽ അവിടെ ഷിഫ്റ്റിംഗ് തിയറം ഉപയോഗിച്ചിട്ടുണ്ട്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ബാർ ഓഫ് എസ് പ്ലസ് 10 is equal to
e raised to minus 10t into inverse of f bar s എന്നാണ്. Inverse Laplace transform f bar of s plus 10 is equal to e raised to minus 10t into inverse of f bar s. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. So equation number 1 becomes q is equal to L inverse, which is equal to e raised to minus 10t into 1 by square root of 9900 into sine square root of 9900 into t. This is the value of q. Therefore, the output voltage V is equal to q by c, which is equal to q in the value e raised to minus 10t ആണ് into 1 by square root of 9900 into sine square root of 9900 into t divided by c. c എത്രയാണ്? What is the value of c? c തന്നിട്ടുണ്ട്. It is 10 raised to minus 4. So this is the final answer. Laplace transform എന്ന് പറയുന്ന മോഡ്യൂൾ നമ്മൾ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. ലാപ്ലേസ് ട്രാൻസ്ഫോം, ദിസ് മോഡ്യൂൾ ഈസ് ഡിവൈഡഡ് ഇൻടു 3 sections. In the first section we will discuss the direct transforms of functions. In the second section we have the inverse Laplace transform, and in the third section we have discussed the applications of Laplace transform. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഡയറക്റ്റ് ട്രാൻസ്ഫോം കാണാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ആദ്യമേ പഠിച്ചത് ബേസിക് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ബേസിക് റിസൾട്ട്സ് ഒരു 7 എണ്ണം ഉണ്ട്. അതാണ് നമ്മൾ ആദ്യമേ പഠിച്ച കാര്യങ്ങൾ. പിന്നീട് ഈ ബേസിക് റിസൾട്ട്സ് ഉപയോഗിച്ച് വേറെ ചില ഫംഗ്ഷൻസിൻ്റെ ട്രാൻസ്ഫോം കാണാനുള്ള ടെക്നിക്കുകളാണ് താഴേക്ക് ഡിസ്കസ് ചെയ്തത്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് പുതിയ ഫംഗ്ഷൻസിൻ്റെ ട്രാൻസ്ഫോം കാണാം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് വേറെ ചില ഫംഗ്ഷൻസിൻ്റെ ട്രാൻസ്ഫോം കാണുന്ന ടെക്നിക്കാണ് അവിടെ പഠിച്ചത്. മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി റേസ് ടു 1, ഡിവിഷൻ ബൈ ടി, ഇതെല്ലാം നമ്മൾ ഓൾറെഡി എഫ് ഓഫ് ടിയുടെ ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അത് ഉപയോഗിച്ച് മറ്റ് ഫംഗ്ഷൻസിൻ്റെ ട്രാൻസ്ഫോം കാണുന്ന ടെക്നിക്കുകളായിരുന്നു. ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽസ്, ഒരു ഇൻ്റഗ്രേഷൻ്റെ ട്രാൻസ്ഫോം കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രേഷൻ അത് ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്ക്. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ഫോം എന്ന സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ്? ആദ്യമേ ഫസ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ദി ബേസിക് ഡെഫിനിഷൻസ് ആൻഡ് ബേസിക് റിസൾട്ട്സ്. ആദ്യമേ നമ്മൾ ബേസിക് റിസൾട്ട്സ് എന്തൊക്കെയാണ്, ഒരു 7 ബേസിക് റിസൾട്ട്സുകൾ ഉണ്ടായിരുന്നു, അത് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ആ ബേസിക് റിസൾട്ട്സുകൾ ഉപയോഗിച്ച് മറ്റ് ചില ടൈപ്പ് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ്, ചില പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഫസ്റ്റ് വി ഡിസ്കസ്ഡ് ദി ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ദെൻ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഇൻവേഴ്സ് കാണാം, അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിവിഷൻ ബൈ എസ് ടൈപ്പ് പ്രോബ്ലം, അതിൻ്റെ ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണ്. അതുപോലെ തന്നെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഫംഗ്ഷൻസ് ലൈക്ക് ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, ലോഗറിതമിക് ഫംഗ്ഷൻസ്. ടാൻ ഇൻവേഴ്സും കോട്ട് ഇൻവേഴ്സും ലോഗറിതമിക് ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന ടൈപ്പ് പ്രോബ്ലത്തിൻ്റെ ഇൻവേഴ്സ് കാണാനുള്ള പ്രൊസീജിയറാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം കൺവല്യൂഷൻ തിയറം പഠിച്ചു. കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്ന ടെക്നിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ തേർഡ് സെക്ഷൻ മോഡ്യൂളിലെ ലാസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. സൊല്യൂഷൻ ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനുശേഷം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനും അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അല്ലേ, സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ അതിനുശേഷം ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ഓർ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ അത് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് നിങ്ങൾക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാണ് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ്? ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ, ഡയറക്റ്റ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോം കാണാൻ നിങ്ങളോട് തീർച്ചയായിട്ടും ചോദിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ആദ്യത്തെ സെക്ഷനാണ് ഉപകരിക്കുക.
ആദ്യത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ് എന്നുള്ള രീതിയിൽ ചോദിക്കും. രണ്ടാമത്തെ സെക്ഷനിൽ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവേഴ്സ് കാണാൻ ചോദിക്കും. ഇൻവേഴ്സ് കാണാൻ ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ് എന്ന് ചോദിച്ച് വീണ്ടും ചോദിക്കും. അതിന് നിങ്ങൾക്ക് ഈ സെക്ഷന് ഉപകരിക്കും. മൂന്നാമത്തെ സെക്ഷനാണ് മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. യൂണിവേഴ്സിറ്റിക്ക് തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഈ 3 ടൈപ്പ് ഉണ്ട്. മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യന് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം സോൾവ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ട്രാൻസ്ഫോം കാണുക അല്ലെങ്കിൽ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുക എന്നുള്ളതും യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ഉപയോഗിച്ചും ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.